മഹാരാഷ്ട്രയിൽ തന്നെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ പരിശോധിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, അത് ഇപ്പോൾ ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നതുവരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ, മഹാരാഷ്ട്രയിൽ നടന്ന അത്രത്തോളം വലിയ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ തന്നെ നമ്മൾ പരിശോധിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു നേതാവ് എന്ന നിലയിൽ ഒരു അതികായൻ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്നും വിടവാങ്ങുന്നത്. തീർച്ചയായും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ കഴിഞ്ഞ 3 പതിറ്റാണ്ടിലെ നമ്മൾ മഹാരാഷ്ട്ര രാഷ്ട്രീയം നോക്കുമ്പോൾ ഒഴിവാക്കാനാകാത്ത മറാഠ രാഷ്ട്രീയക്കാരൻ, പ്രത്യേകിച്ച് ബാരാമതി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പവാർ കുടുംബത്തിൻ്റെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ നേതാക്കൾ ഒരാളായിരുന്നു അജിത് പവാർ. ഈ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ കൂടിയായ ശരത് പവാറിൻ്റെ പാത പിന്തുടർന്നുകൊണ്ടാണ് അജിത് പവാർ രാഷ്ട്രീയത്തിലെത്തുന്നത്. ശരത് പവാർ ദേശീയ രാഷ്ട്രീയത്തിൽ തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നപ്പോൾ NCP രാഷ്ട്രീയവുമായി മഹാരാഷ്ട്രയിലെ ഈ പൂന, ബാരാമതി തുടങ്ങിയ മേഖലകളിലെ ഷുഗർ മില്ലുകൾ കേന്ദ്രീകരിച്ച് ഈ സഹകരണ മേഖലകൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു അജിത് പവാർ നടത്തിയിരുന്നത്. ഒരു ഘട്ടത്തിൽ ഈ സ്വന്തം അമ്മാവൻ ശരത് പവാറുമായി തെറ്റിപ്പിരിഞ്ഞ് അദ്ദേഹം പ്രത്യേക ഒരു പാർട്ടി രൂപീകരിച്ച് NCP ശരത് പവാർ വിഭാഗത്തിന് ബദലായി അജിത് പവാർ വിഭാഗം അദ്ദേഹം രൂപീകരിച്ച് മഹാരാഷ്ട്രയിലെ BJP സഖ്യവും NDA സഖ്യത്തിൻ്റെ ഭാഗമായി നേതാവ് കൂടിയാണ് അജിത് പവാർ. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹത്തിൻ്റെ അമ്മാവനും അതുപോലെ തന്നെ സുപ്രിയ സുലെയും ഉൾപ്പെടെയുള്ള NCP നേതാക്കളുമായി അടുത്ത ബന്ധമായിരുന്നു പുലർത്തിയിരുന്നത്. മഹാരാഷ്ട്രയിൽ വീണ്ടും NCP, അതായത് ശരത് പവാറിൻ്റെ വിഭാഗവും അതുപോലെ തന്നെ അജിത് പവാറിൻ്റെ വിഭാഗവും യോജിക്കുമെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. അജിത് പവാർ വിളിച്ചു ചേർത്തിരുന്ന യോഗങ്ങളിൽ സുപ്രിയ സുലെ പങ്കെടുത്തതൊക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾ വഴിവെച്ചിരുന്നു. അതായത് മഹാരാഷ്ട്രയിലെ സമീപകാലത്ത് നടന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ കഴിഞ്ഞപ്പോൾ, ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ഈ പ്രതിപക്ഷ സഖ്യം വളരെ ദുർബലമാകുന്ന കൂടി പശ്ചാത്തലത്തിൽ ശരത് പവാറിന് തന്നെ തിരികെ ഈ NCP ഒന്നായി പോകണം, അത് അജിത് പവാറിൻ്റെ നേതൃത്വത്തിൽ ഒന്നാകണമെന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുവെന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് സുപ്രിയ സുലെ ഈ അജിത് പവാർ വിളിച്ചു ചേർത്തിരുന്ന ചില യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുകയുമൊക്കെ ചെയ്തിരുന്നത്. ഇത് വലിയ തോതിലുള്ള അഭ്യൂഹങ്ങൾക്കൊക്കെ വഴിവെച്ചിരുന്നു. ഒരുപക്ഷെ അതിവിദൂരമല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഈ അജിത് പവാറും സുപ്രിയ സുലെയും കൂടെ കൈകോർക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് തികച്ചും അപ്രതീക്ഷിതമായി പവാർ കുടുംബത്തിന് ഞെട്ടലുളവാക്കുന്ന ഈ വാർത്ത ഇന്ന് രാവിലെ പുറത്തു വരുന്നത്. ഇന്ന് തന്നെ അദ്ദേഹം ഈ ബാരാമതിയിൽ 4 പൊതുചടങ്ങുകളിൽ, അതായത് അവിടുത്തെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട, തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബാരാമതിയിൽ നടക്കുന്ന 4 പൊതുചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് ഈ അജിത് പവാർ ഇന്ന് ബാരാമതിയിൽ എത്തുന്നത്. രാവിലെ അദ്ദേഹം മുംബൈയിൽ നിന്ന് ഈ ചാർട്ടേഡ് വിമാനത്തിലായിരുന്നു ഈ ബാരാമതിയിൽ എത്താൻ കുടുംബത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള സന്ദേശങ്ങൾ, അവരുടെ നീക്കങ്ങൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഈ അവസരത്തിൽ അറിയുന്നുണ്ടോ? പവാർ കുടുംബം ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട്, ഈ അപകടവുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ഒരു പ്രതികരണം ഒന്നും തന്നെ നൽകിയിട്ടില്ല. പവാർ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം, അവരുടെ പ്രതികരണം വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. സുപ്രിയ സുലെ നിലവിൽ ഡൽഹിയിലാണോ എന്ന കാര്യം ഒരു സംശയമുണ്ട്. കാരണം ഇന്ന് പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുപ്രിയ സുലെ ഉൾപ്പെടെ ഉള്ളവർ ഈ ഡൽഹിയിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും ഉണ്ടായിട്ടില്ല. നിലവിൽ പവാർ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ഔദ്യോഗികമായ വിശദീകരണം തന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ മരണം സംബന്ധിച്ച്, അതായത് അജിത് പവാറും മറ്റ് 5 പേരും കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തകൾ പോലും ഈ PTAയുടെ ഈ ആശുപത്രി അധികൃതരെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളിൽ മാത്രമാണ് അക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. കാരണം മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സംസ്ഥാന ചീഫ് സെക്രട്ടറിയോ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗികമായ വാർത്താക്കുറിപ്പ് പുറത്തിറക്കേണ്ടതായുണ്ട്. പവാർ കുടുംബവും അക്ഷരാർത്ഥത്തിൽ ഞെട്ടലിലാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. നിലവിൽ അജിത് പവാറിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ മുംബൈയിലാണ് എന്നും മഹാരാഷ്ട്രയിൽ നിന്നുള്ള മാധ്യമ റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഏതായാലും പവാർ കുടുംബത്തിൻ്റെ ഒരു ഔദ്യോഗികമായ പ്രതികരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പവാർ കുടുംബത്തിൻ്റെ ഈ ഐക്യം, പുനരേകീകരണം, അല്ലെങ്കിൽ ഈ 2 രാഷ്ട്രീയ പാർട്ടികളും ഒന്നാകുമെന്ന സൂചനകൾ അഭ്യൂഹങ്ങൾ അതിശക്തമായി നിലനിൽക്കുന്നതിനിടെയാണ് തികച്ചും ആകസ്മികമായി ഇപ്പോൾ അജിത് പവാറിൻ്റെ ഈ മരണം ഉണ്ടായിരിക്കുന്നത്.